മുതിരുന്നില്ല. കാരണം എനിക്ക് അതിനുള്ള മെടുക്കില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഷിഹാബുദ്ദീൻ അവരുടെ പ്രസംഗം ഒന്ന് കേൾക്കണമെന്ന്. പക്ഷേ ശബരി ഗ്രൂപ്പിൻ്റെ തന്നെ വേറെ സ്കൂളിലൂടെ ആനുവൽ ഡേ ഉണ്ട്, അവിടെയും കൂടി പോകണം. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് ചാലക്കുടിയിലൊരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് പങ്കെടുത്ത് പോകുന്നത്. വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മൾക്കിന്ന്. പ്രത്യേകിച്ച് ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, ഇവിടുത്തെ ടീച്ചർമാർ, മറ്റു സ്റ്റാഫുകൾ എല്ലാവരും. അതിൽ ഇന്ന് വിരമിച്ചു പോകുന്ന 4 പേർക്ക് കുറച്ച് വിഷമമുണ്ട് എന്ന് എനിക്ക് അവരുടെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാം. ഇത്രയും വർഷക്കാലം ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഏത് സ്കൂളിലാണെങ്കിലും ഒരു അധ്യാപകൻ അല്ല അധ്യാപിക എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് അവരുടെ ഭാവിയെ വാർത്തെടുക്കാൻ വേണ്ടി, അവർക്ക് അറിവുകൾ പകരാൻ വേണ്ടി ദിവസവും അവരും അറിവുകൾ ശേഖരിച്ചാണ് ഇത് കൈമാറുന്നത്. എന്ന് വെച്ചാൽ പഠിച്ച് ടീച്ചറായിട്ടും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലേ പുതിയ പുതിയ കാര്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു റിട്ടയർമെൻ്റ് എത്തുന്നവർ പൂർണ്ണമായും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ഗുരുക്കന്മാർ ഓരോ തലമുറ വരുമ്പോഴും അല്ല ഓരോ വർഷം കഴിയുമ്പോൾ ടീച്ചർമാർ ആ സ്കൂളിൽ തന്നെ ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ടീച്ചറിൻ്റെ ചെയറിൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ അവർ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരുപാട് തലമുറ അവരുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാരെന്ന് പറയുന്നത് അവർക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്. നമ്മളെ തല്ലാൻ, ശകാരിക്കാൻ, നമ്മളെ നല്ല വഴിക്ക് നടത്താൻ മാതാപിതാക്കളെ പോലെ തന്നെ ഉള്ളൊരു പവറുണ്ടായിരുന്നു അവർക്ക്. ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും ഒരു കുട്ടിയെ അടിക്കാൻ പോലും അധ്യാപകർക്ക് അവകാശമില്ല. ആ ഒരു സ്ഥലത്ത് തീരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാം ബഹുമാനവും ഭയവും സ്നേഹത്തോടുകൂടിയാണ് ടീച്ചർമാരുമായിട്ട് ഡീൽ ചെയ്തിരുന്നത്. ഇന്ന് പിന്നീട് അത് സ്നേഹവും ബഹുമാനവും മാത്രമാണ്. ഇന്ന് വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ഡീൽ കാണുന്നുണ്ട്. ചിലർ ഇപ്പോൾ നമ്മൾ പല സോഷ്യൽ മീഡിയയിൽ പല വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അയ്യോ ആ അധ്യാപകർ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, കുട്ടികളെങ്ങനെ പെരുമാറാൻ പാടില്ലല്ലോ എന്ന് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ തന്നെ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പുറത്ത് പറഞ്ഞാൽ പിന്നെ അതിന് തെറിയുകയാണ്, ഇവനാരാണ്. അപ്പം അങ്ങനെയൊക്കെ അറിയിച്ച് പലരും മിണ്ടുന്നില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വഴി പറഞ്ഞു തരാൻ, മുന്നിലേക്കുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു തരാൻ നമുക്കൊരു GPS ആവശ്യമാണ്, ഒരു ഗുരു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവർക്ക് കൊടുക്കുന്ന സ്ഥാനം ബഹുമാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെതായിരിക്കണം. അവരുടെ അനുഗ്രഹം, അവരുടെ പ്രാർത്ഥന നമ്മുടെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ ഒരുപാട് നല്ല വാങ്ങിയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പക്ഷേ ഇന്നും ആ അധ്യാപകരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇന്നും നമ്മളെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ്
നമ്മളെ കാണുന്നതും സ്നേഹിക്കുന്നത്. കാരണം എന്നെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂടെ വളർത്തുന്ന ഒരുപാട് പേര് IAS-കാരായിട്ടുണ്ട്, IFS-കാരായിട്ടുണ്ട്, ഡോക്ടേഴ്സായിട്ടുണ്ട്, എൻജിനീയേഴ്സായിട്ടുണ്ട്, പല രീതിയിൽ കൺസ്ട്രക്ഷനിൽ വലിയ വലിയ ആൾക്കാരായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കാണുമ്പോൾ ടീച്ചർ ഇവനെ ഞാൻ പഠിപ്പിച്ചതാണ്, ഇവനിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ ഒരു സന്തോഷം അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ സ്നേഹവും ബഹുമാനവുമാണ് അവരാഗ്രഹിക്കുന്നത്. അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. ഇന്നിപ്പോൾ ഈ സ്കൂളിൻ്റെ ചെയർമാൻ ഞാൻ ശശാങ്കൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹം ഈ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ വരാൻ ശശാങ്കൻ. കാരണം എനിക്ക് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു എനർജി, കുഞ്ഞുങ്ങളുടെ സന്തോഷം, അവരുടെ മാതാപിതാക്കളുടെ സന്തോഷം, അത് നമുക്ക് എന്താ പറയുക, ഓരോ മുഖത്തുനിന്നും അത് വായിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമകൾ കണ്ട് വന്ന കാലത്ത് ഇതിൽ കുറേ ആൾക്കാർ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ കയറുകയും അത് കഴിഞ്ഞ് പിന്നീട് കല്യാണം കഴിച്ച് മാതാപിതാക്കളായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം ഞാൻ സിനിമാ ജീവിതം തുടങ്ങിയിട്ട്, അഭിനയം തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷമാണ്. പിന്നെ എൻ്റെ മകള് പഠിച്ച് ഡോക്ടറായി ആസ്ട്രം മെഡിസിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പം ഇവർ രണ്ടുപേരുടെ ഇടയിലുള്ള കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ ഇവരുടെ പല വിധത്തിൽ ഇപ്പോൾ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖമാണ് നമ്മുടെ മുമ്പിലേക്ക് ഓടി വരുന്നത്. വലിയ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ പഠിക്കുന്ന കാലഘട്ടം മാത്രമാണ് ടെൻഷനില്ലാത്തൊരു കാലഘട്ടം. നിങ്ങൾക്ക് ഒറ്റ ടെൻഷനുള്ളൂ, പഠിക്കണം. അല്ലാതെ ബാങ്കിൽ EMI അടക്കണമെന്നോ ഈ കുടുംബം എങ്ങനെ നടത്തണമെന്നോ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. നിങ്ങളുടെ ഫീസ് പോലും അടയ്ക്കുന്നതിൻ്റെ ടെൻഷൻ മാതാപിതാക്കളുടേതാണ്. നിങ്ങൾക്ക് ഒറ്റ ടെൻഷനുള്ളൂ, പഠിക്കണം. പഠിച്ച് മിടുക്കിയാവണം എന്നുള്ള ഒറ്റ ടെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. പ്രത്യേകിച്ച് ഈ തലമുറ വളരെ ടാലന്റഡാണ്. അത്രയേറെ മിടുക്കന്മാരും മിടുക്കികളുള്ളതാണ്. പണ്ടത്തെ നമ്മളൊക്കെ പഠിച്ചിരുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സാധ്യതകൾ ഇന്ന് നിങ്ങളുടെ കൈത്തുമ്പിലാണ്, വിരൽത്തുമ്പിൽ.